നമസ്കാരം. ഈ ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ പണ്ടേ അറിയപ്പെടുന്നത് ബുദ്ധിജീവികൾ എന്ന ഗണത്തിലാണ്. കാര്യം മറ്റു പാർട്ടിക്കാരെ പോലെ വെറുതെ വലിയ വായിൽ ഗീർവാണം വിട്ട് നടക്കാതെ ഇച്ചിരി പുസ്തകങ്ങളൊക്കെ വായിക്കും. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പസ്വല്പം അറിവുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിഗണന എല്ലാ കാലവും കൊടുത്തിരുന്നത്. ഇക്കാലവും അത്ര മോശമൊന്നുമല്ല. ഇടതുപക്ഷത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ കേട്ടാൽ നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇപ്പോഴും ബുദ്ധിജീവികളുടെ എണ്ണത്തിൽ അവരുടെ കൂട്ടത്തിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആരാണ് ഇടതുപക്ഷത്തിൻ്റെ തലമുത്ത ബുദ്ധിജീവി എന്നറിയുമോ? യെസ്, നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. ഗോവിന്ദൻ മാഷല്ലേ എന്നുള്ള ചോദ്യമൊന്നും വേണ്ട. അല്ല, ഗോവിന്ദൻ മാഷൊക്കെ ബുദ്ധിജീവിയായി വരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ അടുത്തതായി വരുന്നത് പിണറായി എന്നായിരിക്കും. നോ ചാൻസ്. അല്ല, അതുമല്ല. എന്നാൽ പിന്നെ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവതാരപ്പിറവിയുടെ എല്ലാ രൗദ്രഭാഗത്തെയും ആവാഹിച്ചെത്തുന്ന ഈ ബുദ്ധിജീവിക്ക് ഇപ്പോൾ പേര് നരസിംഹമെന്നാണ്. അയ്യോ, അതല്ല കേട്ടോ, ഇപ്പോൾ പേര് EP ജയരാജൻ എന്നാണ്. ഞെട്ടിയില്ലേ? ഞെട്ടിപ്പോകും. ഞാൻ തന്നെ കുറേ തവണ പണ്ടര തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിന് മാത്രം എന്ത് നിരീക്ഷണമാണ് EP സഖാവ് നടത്തിയത് എന്ന്. ഇൻഡിഗോയെ ഭീഷണിപ്പെടുത്തി അതിൽ യാത്ര ചെയ്യാതെ അവർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി കൊടുത്തതൊക്കെയാണോ ബുദ്ധിജീവിയാകാനുള്ള യോഗ്യത എന്ന്? അല്ല, അതുക്കും മേലെയാണ് EP-യുടെ നിരീക്ഷണങ്ങൾ. ഇപ്പം കേട്ടോണം സംശയം ഉണ്ടെങ്കിൽ. അതെ, ഈ മുസ്ലിം ലീഗിനെ ഇപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ സെമിനാറിലേക്ക് ക്ഷണിച്ചു എന്ന് കേട്ടല്ലോ. അതിലെന്താണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം സഖാവിന്റെ? കോൺഗ്രസിലെ തന്നെ പ്രമുഖനായൊരു നേതാവ്, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്, ആര്യാടൻ ഷൗക്കത്ത്. അയ്യോടാ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലയോ? അതിലെന്താ ഇത്ര പുതുമ എന്നല്ലേ? പുതുമയുണ്ട്, അതും എല്ലാവർക്കും അറിയാം. ഇതാണോ വലിയ നിരീക്ഷണം എന്ന് ചോദിക്കരുത്. ആര്യാടൻ ഷൗക്കത്ത് മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് എന്താണിപ്പോൾ പ്രശ്നം? അതെങ്ങനെ പലസ്തീൻ പ്രശ്നത്തെ ബാധിക്കും? അദ്ദേഹം ഒരു പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിലെ പരിപാടിയിൽ ഷൗക്കത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കും, പാലസ്തീൻ പിന്തുണ. ആ പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടിയെ നിഷേധിക്കുകയല്ലേ ചെയ്തത്. ആ പരിപാടി സംഘടിപ്പിച്ചതിനല്ലേ നടപടിയെടുത്തത്. ആ പരിപാടിയിൽ പങ്കെടുത്തതിനും സംഘടിപ്പിച്ചതിനും ആര്യാടൻ ഷൗക്കത്തിന് നേരെ നടപടി സ്വീകരിക്കുന്നു. അത് സാമാന്യഗതിയിൽ ജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണം എത്ര വലുതാ. ശരിയാണ്, പലസ്തീൻ വിഷയത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്ന് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിന്, അതും മലപ്പുറം ജില്ലയിലുള്ള ഒരു നേതാവിന്, അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അതിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. പിന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഇതുവരെ ഒരു നിലപാടും ഇല്ലാത്തത് കൊണ്ട് അവർ നടപടിയെടുക്കും. ഇത് തന്നെയല്ലേ നേരത്തെ ശശി തരൂരിനോട് ഈ കോൺഗ്രസ്സുകാർ കാണിച്ചത്? അന്ന് VD സതീശൻ ശശി തരൂരിനെ ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്നൊക്കെ വിളിച്ചത് നമ്മളൊക്കെ കേട്ടതല്ലേ. അതുപോട്ടെ, പ്രതികരണം എന്തായാലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് എന്ത് സംഭവിക്കും, കേരളത്തിലെ പൊതുജനത്തിന് എന്ത് സംഭവിക്കും, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അങ്ങയുടെ നിരീക്ഷണ പാടവം എത്രത്തോളം വലുതാണെന്ന് അറിയണ്ടേ? ഈ ബാക്കി കൂടി പറഞ്ഞാലേ അതിനൊരു ഇതുണ്ടാവും. ഏത്? അത് മുസ്ലിം ലീഗിനകത്ത് പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഈ നിലപാടിനോട് മുസ്ലിം ലീഗിനകത്ത് ശക്തമായി, അതിൻ്റെ ബഹുജനങ്ങളിൽ ശക്തമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തകർച്ചയിൽ നിന്ന്, അവരുടെ നിലപാടിൽ നിന്ന്, അവരുടെ വ്യതിയാനങ്ങളിൽ നിന്ന് അസംതൃപ്തരായിട്ടുള്ള UDF-ൽ തന്നെ പല പാർട്ടികളും ബഹുജനങ്ങളും അവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അത് ഭയന്നിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പിന്നാലെ പോകുന്നത്, അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സഖാവിന്റെ നിരീക്ഷണം ആ വഴിക്കാണല്ലേ. അതായത് മുസ്ലിം ലീഗ് അസ്വസ്ഥരാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗിനെ കോൺഗ്രസിൽ നിന്നും അകറ്റി നിർത്തും. അത് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നു. വാട്ടേ നിരീക്ഷണം സഖാവേ, നിങ്ങൾ ആള് പൊളിയാണ്. ദാ എൻ്റെ വക ഒരു വലിയ വോട്ട്. അടുത്ത തവണ നിങ്ങൾ മുഖ്യമന്ത്രിയെങ്കിലും ആകണം. അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറൊരു സംശയം, ഈ ലീഗ് പോകുന്നതിനെ കോൺഗ്രസ്സുകാർ ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് ആണല്ലോ UDF-ന്റെ ഒരു നട്ടല് എന്നൊക്കെ പറയുന്നത്. 140 അസംബ്ലി മണ്ഡലമുണ്ട്. ആ 140 അസംബ്ലി മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ഒറ്റക്ക് നിന്നാൽ ജയിക്കില്ല. മുസ്ലിം ലീഗ് ഒറ്റക്ക് നിന്നാൽ ജയിക്കുന്ന കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രബല ശക്തിയൊന്നുമല്ല, ഇത് മുസ്ലിം ലീഗിനറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സഹായം കൊണ്ട് കഴിഞ്ഞുകൂടുന്നൊരു പാർട്ടിയായി കേരളത്തിൽ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വേണ, കോൺഗ്രസ് തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ലീഗില്ലാതെ ഒരു ഇഞ്ച്
ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി. ട്രാപ്ഡ്. അപ്പോ വേറെ സംശയമുണ്ട്, ഇത്രയും കാലം ഈ വി ഡി സതീശനും നിങ്ങളുടെ നാട്ടുകാരൻ കെ സുധാകരനും വെള്ളം കോരിയത് ഓട്ടക്കലത്തിലായിരുന്നു സഖാവേ. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യാ? MVR ഒരു അനുസ്മരണ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പങ്കെടുപ്പിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? ആരെയൊക്കെയാണ് സ്വാധീനിച്ചത്? ആരെ കൊണ്ടൊക്കെയാണ് സ്വാധീനിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്? എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? 2 പ്രാവശ്യം ഒരു ലീഗിനെ ക്ഷണിച്ചു. 2 പ്രാവശ്യവും ലീഗ് വ്യക്തമായി പറഞ്ഞു കോൺഗ്രസിനെ വിളിക്കാത്ത പരിപാടിക്ക് ഞങ്ങളില്ലാന്ന്. അതിൻ്റെ ജാള്യതയാണ് ജയരാജൻ്റെ പ്രതികരണത്തിൽ കാണുന്നത്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്. കോൺഗ്രസിന് സംഭവിച്ച അവിടെ നിൽക്കട്ടെ. ഈ MVR അനുസ്മരണം നടത്താൻ CPM-ന് എന്താണാവോ ഇത്ര യോഗ്യതയെന്ന് MVR ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ചോദിച്ചേനെ. പാർട്ടിയുടെ നട്ടല്ലായിരുന്ന MVR-നെ പുറത്താക്കി പടിയടച്ച് പിണ്ഡം വെച്ച ടീംസാണ്. കാലം പോയൊരു പോക്കെ. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കൾ ഇല്ല എന്നാണല്ലോ വെയ്പ്പ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജോസ് കെ മാണി ഇപ്പോഴും UDF-ൽ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി കേരളീയത്തെ കുറിച്ച് ചോദിക്കാം നമുക്ക്. അതാണല്ലോ അതിനു മുൻപ് കേരളത്തിന്റെ ധനസ്ഥിതിയെ കുറിച്ച് നമ്മുടെ സഖാ VP-യുടെ ഒരു നിരീക്ഷണം നമുക്കൊന്ന് നോക്കാം. കേരളം സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ഇവിടെ എണ്ണഖനികളോ മറ്റൊന്നും ഈ കേരളത്തിലില്ല. നമുക്കുള്ള കുറേ കാർഷിക മേഖലയും ഉള്ള കുറച്ച് വ്യവസായങ്ങളും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ പരമാവധി വിഭവ സമാഹരണം നടത്തി കേരളമായി നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ന്യായമായും തരേണ്ടുന്ന സഹായങ്ങളുണ്ട്. ആ സഹായങ്ങളൊന്നും കേന്ദ്രം കൃത്യമായി തരുന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായി ഇപ്പോൾ GST വിഹിതം, GST നഷ്ടപരിഹാരം, അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ, അർഹതപ്പെട്ട കടം വാങ്ങാനുള്ള അവകാശം പോലും നിഷേധിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ സാമ്പത്തികമായ പ്രശ്നമുണ്ട്. ഞാൻ ഇതെന്ത് നിരീക്ഷണം? ഇതൊക്കെ നാഴികയ്ക്ക് 40 വട്ടം എല്ലാ പാർട്ടിക്കാരും പറയുന്നത് തന്നെയല്ലേ ഉള്ളൂ. എൻ്റെ സഖാവേ, വെറുതെ CPM-കാരെ നാണം കെടുത്തല്ലേ. എന്ത് പറഞ്ഞാലും നേരത്തെ അമേരിക്കയ്ക്കായിരുന്നു കിടക്കാൻ വയ്യാത്തത്. ഇപ്പോൾ അതെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചോദിച്ചാൽ കേന്ദ്രത്തിന് കിടക്കാൻ പറ്റുന്നില്ല. കേന്ദ്രം അത് തരാനുണ്ട്, ഇത് തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഞാനൊരു കണക്ക് പറയാം, സഖാവിന് ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ. കേന്ദ്രം നമുക്ക് വെട്ടിക്കുറച്ച തുക, അതായത് സംസ്ഥാനത്തിന് വെട്ടിക്കുറച്ചത് 57,400 കോടി രൂപയും കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന ചില പദ്ധതിക്കായുള്ള കുടിശ്ശിക അതിൽ വരുത്തിയത് 4,224.87 കോടി രൂപയുമാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് ആകെ മൊത്തം ടോട്ടൽ 61,624.87 കോടി രൂപയാണ്. സംസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള, അതായത് ക്ഷേമ പെൻഷൻ അങ്ങനെ ഇങ്ങനെ തുടങ്ങിയ കുടിശ്ശികയെല്ലാം കൂടെ നമുക്ക് കൊടുത്തു തീർക്കേണ്ടത് 50,000 കോടി രൂപ മാത്രവുമാണ്. അതിനിടയിൽ എന്തായാലും 27 കോടി രൂപ മുടക്കി കേരളീയം നടത്തിയത് ഒരു വലിയ ധൂർത്തല്ലേ സഖാവേ? എന്ത് ധൂർത്താ കേരളീയം? എനിക്ക് ധൂർത്തല്ലായിരുന്നു. ഇക്കണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തത് ധൂർത്തല്ലേ? ചെലവാക്കി 27 കോടി തൽക്കാലം ചെലവാക്കാതിരുന്നെങ്കിൽ ആ ചെലവെങ്കിലും കുറഞ്ഞേനെ എൻ്റെ സഖാവേ. കേരളത്തിൻ്റെ ധനശാസ്ത്രത്തെക്കുറിച്ചും കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും ഒരു നിശ്ചയവുമില്ലാത്ത അസ്വസ്ഥരായ മനപ്രയാസം കൊണ്ട് പൊറുതിമുട്ടി ഈ കേരളീയം സൃഷ്ടിച്ചിട്ടുള്ള ബഹുജന മുന്നേറ്റം കണ്ട് ഭയന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണമാണത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. അവരെല്ലാം ഭയപ്പാടിലാണ്. ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. വലിയ തെറ്റായിപ്പോയി. അത് ഈ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചും അറിയാതെ ഇങ്ങനെയൊക്കെ കയറി ചോദിക്കുന്നത് വലിയ തെറ്റാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എന്തിനു ഞാനത് ചോദിച്ചു? 27 കോടി രൂപ ഈ കേരളീയം പരിപാടിക്ക് ചെലവഴിച്ചാൽ അത് നഷ്ടമല്ല, ലാഭമാണ്. നിങ്ങളൊക്കെ എത്ര കോടി രൂപയുടെ കച്ചവടമാണ് കുടുംബശ്രീ മാത്രം നടത്തിയത്? ആ പണം മുഴുവൻ കേരളത്തിൽ വിന്യസിച്ചതില്ലേ? കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ തിരുവനന്തപുരത്തേക്ക് വന്നില്ലേ? ഈ ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളും പിന്നെ അതുപോലെ തന്നെ ലോഡ്ജുകളും ഒക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞില്ലേ? എത്ര കോടിയുടെ വ്യാപാരം, അതിനെത്ര ടാക്സ് വരും? ഇത് 27 കോടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിൻ്റെ നേട്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. ജനങ്ങളുടെ കൈവശം പണമുണ്ടാകുന്നത് നല്ലതാണ്, കാരണം അത് കേരളത്തിൻ്റെ ചലനാത്മകത സൃഷ്ടിച്ചെടുക്കും. അതുപോലെ തന്നെയാണിത്. ഇത് ചെലവ് ചെയ്തു കേരളം ഒരു വലിയ സംഭവം നടത്തി, മഹനീയമായൊരു ആൾക്കൂട്ടം ജനങ്ങൾ സന്തോഷം സംതൃപ്തിയൊക്കെ ജനങ്ങൾക്ക് നൽകി. അതിൻ്റെ ഫലമായിട്ട് എത്രമാത്രം വ്യാപാരം വർദ്ധിച്ചു. ആ കാര്യങ്ങളൊക്കെ കേരളത്തിന് നേട്ടമാണ്.
എന്തൊരു വലിയ സംഭവമായിപ്പോയി അല്ലേ? ഇതിനെയൊക്കെയാണ് പ്രതിപക്ഷം ഒക്കെ കൂടി ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. സത്യത്തിൽ സഖാവ് ഇ.പിയുടെ ഈ നിരീക്ഷണം കേട്ടപ്പോഴാണ് ഈ കേരളീയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബോധ്യമുണ്ടായത്. കേരളത്തിൻ്റെ പൊതുകടം മാറ്റാനുള്ള വരുമാനം ഇതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഈ പ്രതിപക്ഷം എന്ത് കണ്ടാലും കേട്ടാലും കയറിയങ്ങ് അനാവശ്യമായുള്ള പ്രചാരണം നടത്തും. ഇതുപോലെ ബുദ്ധിയുള്ള സഖാക്കന്മാരെ ഈ സ്പീച്ചിട്ട് വേണം മണ്ടത്തരം പറഞ്ഞുകൊണ്ടിറങ്ങാൻ. ഡേർട്ടി ഫെലോസ്. മതി സഖാവേ, തൃപ്തിയായി. സഖാവ് പോയട്ടെ, ഫ്ലൈറ്റ് മിസ്സാക്കണ്ട.